ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള അടിപൊളി പൊട്ടറ്റോ കൊണ്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയാലോ. പക്ഷേ ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ അല്ലാട്ട് ഉണ്ടാക്കുന്നത്. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നല്ല ക്രിസ്പി ആയിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്കൊരു 1 കിലോ പൊട്ടറ്റോ എടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. അതിനുശേഷം പൊട്ടറ്റോ നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്കിത് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഇതുപോലെയാണല്ലോ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ അതുപോലെ കട്ട് ചെയ്തിട്ട് അതിനെ വീണ്ടും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാ പൊട്ടറ്റോ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ സമയമൊന്നും വെക്കരുത്. ഇതുപോലെ നന്നായിട്ട് തിള വരുന്ന സമയത്ത് തന്നെ നമുക്ക് വെള്ളത്തിൽ നിന്ന് പൊട്ടറ്റോ മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 2 മിനിറ്റോളം ഇതിൽ തന്നെ ഇതുപോലെ തന്നെ വെക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് പൊട്ടാറ്റോ എടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊട്ടാറ്റോയിലുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു തുണി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലൊക്കെ ഉള്ള വെള്ളവും നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. അപ്പോൾ പൊട്ടാറ്റോയിലുള്ള വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലൊരു കവർ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടെങ്കിലും ഇതിന് നമ്മളിപ്പോൾ കോൺഫ്ലവർ ഇട്ടല്ലോ, അപ്പോൾ അതിൽ കുറച്ചൊന്ന് ഉപ്പ് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ പൊട്ടാറ്റോ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എണ്ണയിലേക്ക് പൊട്ടാറ്റോ ഇട്ടതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ. ഒരു 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇതിലുള്ള കോൺഫ്ലവറൊക്കെ അങ്ങ് ഇളകിപ്പോവും. ഇപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ട അതിന് കോൺഫ്ലവറൊന്നും ഇളക്കി പോയിക്കില്ല. അതിൽ തന്നെ നന്നായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ 2-3 പ്രാവശ്യം ഒന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒറ്റൊരു പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് നമ്മളെ പൊട്ടാറ്റോ കിട്ടും. ഇതിപ്പോൾ നമ്മളെ പൊട്ടാറ്റോ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് പോലെ മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ള പൊട്ടാറ്റോ കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആയിക്കോട്ടെ. നമ്മൾ ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യണില്ല. സാധാരണ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കും അല്ലേ, എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. ഇപ്പോൾ ഇതുപോലെ ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയിൽ കുറച്ച് മസാല ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ വീണ്ടും ഒരു കവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇല്ല, കുറച്ച് മതി, ഒരു ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മളെ പൊട്ടാറ്റോയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ സാധാരണ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് മിക്സായി കിട്ടും. അപ്പം നമുക്ക് ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചാട്ട് മസാല ആഡ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ മസാല ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ക്രിസ്പി കൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കണ്ടില്ല. ഇതുപോലെ തന്നെ ഞങ്ങൾ കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് ഇത്. അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.